ഒരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം ബ്രിട്ടാസിന് പറ്റുകയില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ആശ്രമത്തിലേക്കൊരു ആളെ പറഞ്ഞു വിട്ടു. മീഡിയ വൺ ടെലിവിഷൻ ചാനലുകാരെ പറഞ്ഞു വിട്ട ആൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് മീഡിയ വൺ പോലെ ദേശവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിന് വേണ്ടി പ്രവർത്തിച്ചതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് വേറെ കാര്യം. എങ്കിലും ആ പയ്യൻ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങൾ അവൻ ഒളി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് മീഡിയ വൺ ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഓരോ ഭക്തനും കാണണം. കാരണം അതിൽ വിശദമായി ഓരോ ചോദ്യത്തിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ അമ്മ മറുപടി പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി. അമ്മ പറഞ്ഞു, മോനെ, കമ്മ്യൂണിസ്റ്റുകാർ ത്യാഗികളാണ്. ത്യാഗത്തിൽ നിന്നാണ് കമ്മ്യൂണിസം പിറവിയെടുത്തത്. മനുഷ്യനോടുള്ള കാരുണ്യത്തിൽ നിന്നാണ് കമ്മ്യൂണിസം പിറവിയെടുത്തത്. അതുകൊണ്ട് മക്കളെ, നല്ല കമ്മ്യൂണിസ്റ്റുകാരായി തീരാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ആ പറഞ്ഞ വ്യക്തി ആ നാട്ടിലെ ലൊക്കാലിറ്റിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ്. അമ്മ പറഞ്ഞു, മക്കളെ, കമ്മ്യൂണിസം ഉണ്ടായത് ത്യാഗത്തിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ത്യാഗം കാണിക്കൂ ആദ്യം, എന്നിട്ട് അമ്മയെ പഠിപ്പിക്കാൻ വരൂ എന്നമ്മ പറഞ്ഞു. ഇന്ന് ലോകത്ത് അഭിമാനപൂർവ്വം പറയട്ടെ, ഇന്ന് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വള്ളിക്കാവ് അമൃതപുരിയിലെ സാക്ഷാൽ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയാണ്. വേറൊരു കമ്മ്യൂണിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കാരണം 24 മണിക്കൂറും സ്വന്തം ശരീരത്തിന് ഉറക്കമോ ഊണോ നിഷേധിച്ചുകൊണ്ട് സ്വയം ഉരുകി തീർന്നുകൊണ്ട് ഓരോരുത്തരെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് ആണ് നമ്മുടെ അമ്മ എന്ന് പറയാൻ അനൽപമായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്.